ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററി സെക്കൻഡ് ലെസനാണ് പഠിപ്പിച്ചത്, ട്രേഡ് ടു ടെറിട്ടറി. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ബാറ്റിൽ ഓഫ് പ്ലാസി, ദെൻ ടിപ്പു സുൽത്താൻ, ടൈഗർ ഓഫ് മൈസൂർ, ദെൻ ഓൾസോ വി സ്റ്റഡീഡ് വാർ വിത്ത് ദ മറാത്താസ്, ദെൻ ദ ഡോക്ടർ ഓഫ് ലാബ്സ്, അതുവരെ നമ്മൾ പഠിച്ചു. ആൻഡ് ദെൻ പേജ് നമ്പർ 21, സെറ്റിംഗ് അപ്പ് എ ന്യൂ അഡ്മിനിസ്ട്രേഷൻ. Warren Hastings, Governor General from 1773 to 1785, was one of the many important figures who played a significant role in the expansion of company power. By his time, the company had acquired power not only in Bengal but also in Bombay and Madras. So at the time of Warren Hastings, Governor General from 1773 to 1785, he played an important role ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് കമ്പനി പവർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പവർ എക്സ്പാൻഷൻ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചൊരു വ്യക്തിയായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, ആൻഡ് ഓൾസോ നോട്ട് ഓൺലി ഹി അക്വയർഡ് പവർ ഇൻ ബംഗാൾ ബട്ട് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ഓൾസോ ഹി അക്വയർഡ് പവർ. ദാറ്റ് മീൻസ് 3 പ്രോവിൻസസ്, ബോംബെ, മദ്രാസ് ആൻഡ് ബംഗാൾ, ഇത് മൂന്നുമായിരുന്നു ഇവരുടെ പ്രോവിൻസസ്. എന്തുകൊണ്ടാണ് ഈ 3 പ്ലേസസും പ്രോവിൻസസ് ആയിട്ട് എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു. അതായത് ഇതെല്ലാം സീ പോർട്ടിന് അടുത്തായത് കാരണം, അന്ന് യാത്ര കപ്പലിലൊക്കെ ആയത് കാരണമാണ് ഈ 3 സെൻറ്റേഴ്സ് അവർ പ്രോവിൻസസ് ആയിട്ട് എടുത്തത്. ഏതൊക്കെയാണ്? ബംഗാൾ, ബോംബെ ആൻഡ് മദ്രാസ്. ഓക്കെ, നോട്ട് ഓൺലി ഇൻ ബംഗാൾ ബട്ട് ഓൾസോ ഇൻ മദ്രാസ് ആൻഡ് ബോംബെ ഓൾസോ ഹി അക്വയർഡ് പവർ. Then British territories were broadly divided into administrative units called presidencies. There were 3 presidencies: Bengal, Madras and Bombay. I already tell you 3 provinces, that is Bengal, Madras and Bombay. Each was ruled by a governor. Okay, governors ആണ് ഓരോ പ്രോവിൻസും റൂൾ ചെയ്തിരുന്നത്. The supreme head of the administration was the Governor General. So Warren Hastings was the Governor General of ഫ്രം 1773 ടു 1785. ആ ടൈമിലായിരുന്നു ഏറ്റവും കൂടുതൽ പവർ, അതായത് ടെറിട്ടറീസ് എല്ലാം എക്സ്പാൻഷൻ ചെയ്യുന്നതിന് വേണ്ടി, മറ്റു രീതിയിലുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് എല്ലാം അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു വാറൻ ഹേസ്റ്റിംഗ്. ഓക്കെ, നോട്ട് ഓൺലി ഇൻ ബംഗാൾ ബട്ട് ഓൾസോ ഇൻ മദ്രാസ് ആൻഡ് ബോംബെ ഓൾസോ ഹി അക്വയർഡ് പവർ. സോ Warren Hastings, the first Governor General, introduced several administrative reforms notable in the sphere of justice. So Warren Hastings was the first Governor General. That is why he introduced so many reforms or reforms for justice. നീതിന്യായത്തിൽ ഒത്തിരിയധികം കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്തൊക്കെയാണെന്ന് നോക്കാം. From 1773, a new system of justice was established. A new system of justice, പുതിയ ഒരു രീതിയിലുള്ള ജസ്റ്റിസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. Each district was to have 2 courts, a criminal court, Faujidari Adalat, and a civil court, Diwani Adalats. So there are 2 types of courts at the time of Warren Hastings. That is why that was first one was the criminal court, criminal cases കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, ദെൻ സിവിൽ കേസസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ഫൗജ്ദാരി ആൻഡ് ദിവാനി അദാലത്സ്. മൗലവീസ് ആൻഡ് ഹിന്ദു പണ്ഡിറ്റ്സ് interpreted Indian laws for the European district collectors who presided over civil courts. സിവിൽ കോർട്ട് എല്ലാം പ്രിസൈഡ് ചെയ്തിരുന്നത് ആരൊക്കെയായിരുന്നു? മൗലവീസ് ആൻഡ് ഹിന്ദു പണ്ഡിറ്റ്സ്. മൗലവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മുസ്ലിം പണ്ഡിതന്മാരെയാണ് മൗലവീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദു പണ്ഡിറ്റ്സ്. ഓക്കെ, ദേ വേർ interpreted Indian laws for European district collectors who presided over the civil court. The criminal courts were still under a Qazi and a Mufti but under the supervision of the collectors. Qazi means a judge. Mufti means a jurist of the Muslim community responsible for expounding the law that the Qazi would administer. So there are 2 types of courts at the time of British administration. That means at the time of Warren Hastings, Governor General, in 1773 to 1785, he introduced so many justice for the welfare of the country.
There are two types of courts in our country that are called a criminal court and a civil court. Criminal court was maintained by Maulavis and Hindu Pandits. Then criminal courts were under the control of Qazi and a Mufti. Qazi means a judge, Mufti means Muslim പണ്ഡിറ്റ് ഓർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഇങ്ങനെയായിരുന്നു രണ്ട് രീതിയിലുള്ള ജസ്റ്റിസ് ഉണ്ടായിരുന്നത്. എ മേജർ പ്രോബ്ലം വാസ് ദ ബ്രാഹ്മൺ പണ്ഡിറ്റ്സ് ഗേവ് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ലോക്കൽ ലോസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ദ ധർമ്മശാസ്ത്ര. Okay, Dharmashastra means Sanskrit is prescribing social rules and codes of behavior composed from 500 BCE onwards. Okay, so a major problem was that the Brahmin Pandits gave different interpretation of local laws. അതായത് അന്ന് നമുക്കറിയാം ബ്രാഹ്മിൺസ് ആയിരുന്നു കൂടുതലായിട്ട് ഈ ലോസ് എല്ലാം വേദങ്ങളെല്ലാം പഠിച്ചിരുന്നത് ബ്രാഹ്മണ പണ്ഡിതന്മാരായിരുന്നു. അവരായിരുന്നു അന്നത്തെ രാജ്യത്തിൽ നാട്ടുരാജ്യങ്ങളിലെ എല്ലാം ഈ ലോസ് എല്ലാം നോക്കിയിരുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഇവിടെ ഒരു കാര്യം കൊടുക്കാതെ വേറെ ആർക്കാ കൊടുത്തത്? ഈ ഖാസി മുഫ്തി എന്നൊക്കെ പറയുന്ന ഈ മുസ്ലിം പണ്ഡിതന്മാർക്കും മൗലവീസിനും ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. ദാറ്റ് ഈസ് വൈ ടു ബ്രിങ് അബൌട്ട് ആൻഡ് യൂണിഫോമിറ്റി ഇൻ 1775 11 പണ്ഡിറ്റ്സ് വെർ ആസ്ക്ഡ് ടു കമ്പൈൽ എ ഡൈജസ്റ്റ് ഓഫ് ഹിന്ദു ലോസ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ഹിന്ദു ലോ, അന്ന് പണ്ടത്തെ കാലങ്ങളിൽ ഭയങ്കര നിയമങ്ങളുണ്ടായിരുന്നു. ഹിന്ദു കോഡ് ഓഫ് ലോ എന്നൊക്കെ പറയുന്നത് അതാണ് ഈ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള നിയമങ്ങളായിരുന്നു. ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വലിയ ഭയങ്കര നിയമങ്ങൾ, അവരുടെ ജാതി സമ്പ്രദായത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന നിയമങ്ങളുണ്ടായിരുന്നു. എൻ ബി ഹൽഹട്ട് translated this digest into English. By 1778, a code of Muslim laws were also compiled for the benefit of European judges. Under the Regulating Act of 1773, a new Supreme Court was established, while a Court of Appeal, the Sadar Nizamat Adalat, was also set up at Calcutta. So, new Supreme Court was established at Calcutta. എന്തിനു വേണ്ടിയായിരുന്നു? ഇത് എല്ലാ രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു കോർട്ട് സ്ഥാപിച്ചത്. അപ്പോൾ പുതിയ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമായിരുന്നു വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നത്. 2 types ഓഫ് ലോസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കോർട്ട്സ് ഉണ്ടായിരുന്നു, സിവിൽ കോർട്ട് ആൻഡ് ക്രിമിനൽ കോർട്ട്. ക്രിമിനൽ കോർട്ട് നടത്തിയിരുന്നത് ആരായിരുന്നു നടത്തിയിരുന്നത്? ക്രിമിനൽ കോർട്ട് വാസ് Maulavis and Hindu Pandits. Then criminal court was supervised by Maulavis and Hindu Pandits, and also civil courts were controlled by a Ghazi and a Mufti. And also in Hindu a major problem is that the Brahmin Pandits gave different interpretation of local laws based on different schools of the Dharmashastras. അതായത് അന്നത്തെ കാലഘട്ടത്തുണ്ടായിരുന്ന ഈ ഡിഫറെൻറ്റ് കോഡ് ഓഫ് കോണ്ടക്റ്റ് അല്ലെങ്കിൽ ഈ ബിഹേവിയർ, അതിലൊക്കെ വരുന്ന നിയമസംഹിതകളൊക്കെ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എളുപ്പമാകുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ നിയമങ്ങളെല്ലാം മാറ്റി എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, ദ പ്രിൻസിപ്പൽ ഫിഗർ ഇൻ ആൻ ഇന്ത്യൻ ഡിസ്ട്രിക്ട് വാസ് ദ കളക്ടർ. കളക്ടർ ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഇന്ത്യൻ ഡിസ്ട്രിക്ട് കളക്ടർ. As the title suggests, his main job was to collect revenue and taxes and maintain law and order in his district with the help of judges, police officers and daragas. So the important duty of the collector was to collect revenue and maintain law and order, and also to maintain law and order with the help of judges, police officers, etc. His office, the collectorate, became the new center of power and patronage that steadily replaced the previous holders of authority. And also his office was the collectorate was the important administrative center. We already studied in the first lesson also. Collectorate office was the important source for
preserving all the documents. Okay, so ഇതിൽ വരുന്ന ഒരു കാര്യം ഇതാണ്, ഇമ്പോർട്ടൻറ്റ് ലോസ്, രണ്ട് രീതിയിലുള്ള ലോസ് ഏതൊക്കെയാണ്? സിവിൽ കോർട്ട് ആൻഡ് ക്രിമിനൽ കോർട്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെ? കാരണം ബ്രിട്ടീഷുകാർക്ക് ഇവരുടെ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്, ഈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കി പഠിച്ചത്. ഓക്കെ, അടുത്ത് വരുന്നത് കമ്പനി ആർമി. Colonial rule in India brought in some new ideas of administration and reform, but its power rested in its military strength. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, 1 by 1 ആയിട്ട് ഓൾ ദ ടെറിട്ടറീസ് വെയർ അനക്സ്ഡ്. മിക്കവാറും എല്ലാ ടെറിട്ടറീസും അനക്സ് ചെയ്തു. ഓൾ പാർട്ട്, ദാറ്റ് മീൻസ് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എല്ലാ പാർട്ടും ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ 1 by 1 ആയിട്ട് എന്ത് ചെയ്തു, ഇവർ പിടിച്ചെടുത്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഇവരുടെ കയ്യിൽ പവർ വന്നതോടുകൂടി കൂടുതലായിട്ട് ട്രേഡ് വ്യാപിപ്പിക്കാനും അതോടൊപ്പം തന്നെ മിലിറ്ററിക്ക് അടിച്ചമർത്തുന്നതിന് വേണ്ടി മിലിറ്ററി പവർ കൂടുതലായിട്ട് വ്യാപിപ്പിക്കുവാനും ബ്രിട്ടീഷുകാർ കൂടുതൽ ശ്രമിച്ചു. ദ മുഗൾ ആർമി വാസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് കാവൽറി, ദെൻ ട്രെയിൻഡ് സോൾജേഴ്സ് ഓൺ ഹോഴ്സ് ബാക്ക് ആൻഡ് ഇൻഫാൻട്രി, ദാറ്റ് ഈസ് പൈഡൽ ഫുട്ട് സോൾജേഴ്സ്. They were given training in archery, tir and zari and the use of the sword. So at the time of Mughal rulers, the army still used 3 types of military. That means cavalry, that means horseback, കുതിരപ്പടയാളികൾ, infantry, that means foot soldiers, and also ആർച്ചറി, അതായത് അമ്പും വില്ലും വെച്ചിട്ടുള്ള ഈ രീതിയിലുള്ളതായിരുന്നു ഇന്ത്യയിലുള്ള സോൾജേഴ്സിൻ്റെ ചെയ്തിരുന്ന ട്രെയിനിങ്, സോൾജേഴ്സിന് കൊടുത്തിരുന്ന ട്രെയിനിങ്. Then the cavalry dominated the army, and the Mughal state that did not feel the need to have a large professionally trained infantry. The rural areas had a large number of armed peasants, and the local zamindars often supplied the Mughals with paidal soldiers. അപ്പോൾ 3 types of soldiers are there in the army. Then cavalry, horseback, then infantry, foot soldiers, and also archery വരുന്നത്. അപ്പോൾ ഇത് 3 രീതിയിലായിരുന്നു ഇവർ ട്രെയിൻ ചെയ്തിരുന്നത്, മുഗൾ റൂളേഴ്സ് ട്രെയിൻ ചെയ്തിരുന്നത്. അതിൽ ലോക്കൽ റൂളേഴ്സ് ആയ സാമന്താരി സിസ്റ്റമൊക്കെ അന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ മുഗൾ റൂളേഴ്സ് ലോക്കൽ സാമന്താരിക്കാരായിരുന്നു, അല്ലെങ്കിൽ ലാൻഡ് ലോർഡ്സ് ആയിരുന്നു ഈ പൈഡൽ സോൾജേഴ്സിനേക്ക് കൊടുത്തിരുന്നത്, മുഗൾ റൂളേഴ്സിന് കൊടുത്തിരുന്നത്. A change occurred in the 18th century when Mughal successor states like Awadh and Benares started recruiting persons into their armies and training them as professional soldiers. So in the 18th century when Mughal successor states like Awadh and ബനാറസ്, നമ്മൾ നേരത്തെ കണ്ടു, ബനാറസും അവാദും എല്ലാം അനക്സ് ചെയ്ത സ്റ്റേറ്റ് ആയിരുന്നു, ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്ത സ്റ്റേറ്റ് ആയിരുന്നു. ദെൻ റിക്രൂട്ടിംഗ് പേഴ്സൺസ് ഇൻ ടു ദെയർ ആർമീസ്, പേഴ്സൺസിനെ ഇവരുടെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തു. ആൻഡ് ഓൾസോ ദേ ഗീവ് പ്രൊഫഷണൽ ട്രെയിനിങ്. The East India Company adopted the same method when it began recruitment for its own army, which came to be known as the Sepoy army, from the Indian word Sipahi meaning soldier. And also at this time also the East India Company also adopted the same method. That means സോൾജേഴ്സിനെ ഇവരും റിക്രൂട്ട് ചെയ്തു. അപ്പോൾ അവാദും ബനാറസും പോലുള്ള സ്റ്റേറ്റ്സ് എല്ലാം സോൾജേഴ്സിനെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തപ്പോൾ ദി സെയിം പോളിസി വാസ് ഓൾസോ അഡോപ്റ്റഡ് ബൈ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ദേ ഓൾസോ റിക്രൂട്ടഡ് ഫ്രം ഇറ്റ്സ് ഓൺ ആർമി, ഇവർക്ക് വേണ്ടി ആർമി റിക്രൂട്ട് ചെയ്തു. അതിനെ ഷിബോയി ആർമി എന്നാണ് അറിയപ്പെടുന്നത്. ഷിബോയി മീൻസ് സോൾജിയർ. ഓക്കെ, as warfare technology changed from the 1820s, the cavalry requirements of the company's army declined. This is because the British Empire was fighting in Burma, Afghanistan and Egypt, where soldiers were armed with muskets and matchlocks. Okay, so warfare changed. അപ്പോൾ ഈ വാർഫെയർ ചേഞ്ച് ആയപ്പോൾ ഇവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ അവരുടെ സോൾജേഴ്സിനെ എവിടേക്ക് കൊണ്ടുപോയി, ബർമയിലേക്ക് കൊണ്ടുപോയി. അവിടെ ബർമ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇവർ യുദ്ധത്തിന് പോയപ്പോൾ ഈ സോൾജേഴ്സ് വെയർ ആംഡ് വിത്ത് മസ്കറ്റ്സ് ഉണ്ട്. എ ഹെവി ഗൺ യൂസ്ഡ് ബൈ ഇൻഫാൻട്രി സോൾജേഴ്സ്, വലിയ ഗൺ, നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ വലിയ ഗൺ. ആൻഡ് മാച്ച് ലോക്ക് മീൻസ് ആൻ ഏർലി ടൈപ്പ് ഓഫ് ഗൺ ഇൻ വിച്ച് ദ പവർ വാസ് ഇനിറ്റേറ്റഡ് ബൈ ദ മാച്ച്.
ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിൽ, അതായത് ഈ കാൽവറി സോൾജേഴ്സിനെയല്ല, ഫുഡ് സോൾജേഴ്സിനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ബർമ്മ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്തിലേക്ക് അവിടെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോയി. ഈ മസ്കറ്റ്സും മാച്ച് ലോക്സൊക്കെ ഉപയോഗിച്ച്. The soldiers of the company army had to keep pace with the changing military recruitment, and its infantry regiment now became more important. അപ്പോൾ ഇതിൽ വരുന്ന ഈ ആർമി സോൾജേഴ്സിനെയൊക്കെ ഇവിടെ ഇങ്ങോട്ട് ബർമയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ ഇൻഫാൻട്രി റെജിമെൻറ്റ് ഇവർ കൂടുതൽ കരുത്താർജിച്ചു. ഇൻ ദ ഏർലി 19th century the British began to develop a uniform military culture. So in the 19th century, early 19th century, British had to implement a uniform military culture. അതായത് എല്ലാവർക്കും ഒന്നുപോലുള്ള ഒരു യൂണിഫോമിറ്റി എല്ലാ രീതിയിലും, അതായത് കാൽവറി ആയാലും ദെൻ ഫുഡ് സോൾജേഴ്സ് ആയാലും ഇൻഫാൻട്രി സോൾജേഴ്സ് ആയാലും എല്ലാവർക്കും യൂണിഫോം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൽ മാത്രമല്ല, ഒന്നുപോലെ ഒരേ രീതിയിലുള്ള ഒരു യൂണിഫോം മിലിറ്ററി കോഡ് ഓഫ് കോണ്ടക്റ്റ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോൾജേഴ്സ് വെയർ ഇൻക്രീസിംഗ്ലി സബ്ജക്റ്റഡ് ടു യൂറോപ്യൻ സ്റ്റൈൽ ട്രെയിനിങ്, ആൻഡ് ഓൾസോ they give European style of training, drill and discipline that regulated their life far more than before. That is why the Britishers introduced European style of training. Their lifestyle also changed, and also they introduce drill and discipline. Totally the life of the soldiers changed far more better. Often this created problems since caste and community feelings were ignored in building efforts of professional soldiers. This also ignored the caste and prejudices. That means at that time there are 4 castes. Caste system ഒന്നും അന്ന് ഈ സോൾജേഴ്സിൽ ഉണ്ടായിരുന്നു. അതായത് പ്രൊഫഷണൽ സോൾജേഴ്സ് ഏതൊക്കെ നല്ല ട്രെയിനിങ് കൊടുത്ത എല്ലാ കാസ്റ്റിൽപ്പെട്ട വ്യക്തിയും. കാരണം ബ്രിട്ടീഷുകാർ പേഴ്സൺസിനെയും എന്ത് ചെയ്തിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോൾജേഴ്സായിട്ട് എടുത്തതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു കാസ്റ്റ് സിസ്റ്റം അവിടെ എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തു. Could individuals so easily give up their caste and religious feelings? Could they see themselves only as soldiers and not as members of communities? What did the Sepoy feel? How did they react to the changes in their lives and their identity? That is their sense of who they were. The revolt of 1857 gives us the glimpse into the world of the Sepoy. You will read about in the chapter 5. അപ്പോൾ ഇത് എന്തിലേക്കാണ് ഈ ഷിബോയി? നമ്മൾ റിവോൾട്ട് ഓഫ് 1857, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല ചെറിയ ക്ലാസ്സിലൊക്കെ. അത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യത്തെ ഒരു വലിയൊരു ലഹളയായിരുന്നു. അത് നമ്മൾ 1857 അത് പഠിക്കും. ഈ ഒരു ഷിബോയി ലഹളയിൽ നിന്നാണ്, ഈ ഷിബോയി വാറിൽ നിന്നാണ് ഇത് വലിയൊരു ഒരു ജാതിയുടെ പേരിൽ ഭയങ്കരമായിട്ടൊരു വാറുണ്ടായത്. അതാണ് റിവോൾട്ട് ഓഫ് 1857. അത് നമ്മൾ ചാപ്റ്റർ 5 പഠിക്കും. അപ്പോൾ പഠിപ്പിക്കാം. ഇനി നമുക്ക് ഇത്രയുള്ള ലെസൺ തീർന്നിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ടീച്ചർ മാച്ച് ദ ഫോളോയിങ് അയച്ചു തരാം. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മാച്ച് ദ ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വെദർ ട്രൂ ഓർ ഫോൾസ്. അതിൽ വരുന്ന 4 to 9th ക്വസ്റ്റ്യൻ, വാട്ട് അട്രാക്ട് യൂറോപ്യൻ ട്രേഡേഴ്സ് മുതൽ, ദെൻ ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ കമ്പോസിഷൻ ഓഫ് ദ കമ്പനീസ് ആർമി. ഇത് ഈ 9th വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇമ്പോർട്ടൻ്റ് ആണ്. അയച്ചു തരാം. നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇത് നമ്മൾ പഠിച്ചത് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഡോക്ടറും ലാബ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇത് എന്തുവാ ബാറ്റർ പ്ലാസി, അതൊക്കെ ഇമ്പോർട്ടൻ്റ്. അതൊക്കെ നമുക്ക് നിങ്ങൾ PSC എക്സാമിനൊക്കെ പോകുമ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനായി ബാറ്റർ പ്ലാസിയും. അതൊക്കെ നന്നായിട്ട് പഠിച്ചോളണം. ടെസ്റ്റ് നന്നായിട്ട് വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടെസ്റ്റ് നന്നായിട്ട് വായിക്കണം. നമുക്ക് അടുത്ത സെക്കൻഡ് മിഡ് ടേം എക്സാം അടുത്ത 3rd മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടീച്ചർ. അതിന് മുന്നേ ഫസ്റ്റ് ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ലെസണും ആയിരിക്കും ഉള്ളത്. ബാക്കി അത് എന്താണെന്നുള്ളത് ടീച്ചർ പിന്നെ ലെസൺസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്നുള്ളത്. എന്തായാലും നമുക്ക് ഇനി ഒരാഴ്ച കൂടെ ഉള്ളത് കാരണം മാക്സിമം 2 ലെസൺ കൂടെ തീർക്കാൻ പറ്റുവാണെങ്കിൽ തീർത്തിട്ട് അതിനനുസരിച്ച് എക്സാം നടത്താം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക. എൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.